ഞാനിപ്പോൾ കാണിക്കുന്നത് ഗൂഗിൾ എർത്ത് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഈ ഒരു ബെൻഡിന്റെ സിറ്റുവേഷൻ, അതായത് ഇവിടെ ഇങ്ങനെ ഈ മാപ്പിൽ ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു വാലിഡേഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാരണം ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഈ ഗൂഗിൾ മാപ്സിൽ ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബെൻഡ് ആയി നിൽക്കുന്നതും ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ശരിക്കും വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു വാട്ടർ ബോഡി ഉണ്ടോ, അതായത് ഈ കളറിൽ നിൽക്കുന്നതാണ് ശരിക്കും പുഴകളും ലേക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പെരിയാറിന്റെ ലേക്കാണ്. ഇതിന്റെ ഒരു ഏരിയ എന്തോരം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാം കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ വലിപ്പം എന്തോരം നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അതാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, അത്രയ്ക്ക് വലിയൊരു സംഭവമാണ് ശരിക്കും ഈ ഒരു ഡാം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു ഏരിയ ഒക്കെ കണ്ടില്ലേ. ഇനി ഞാനിപ്പോ ഡാമിലേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഈ ഒരു ഡാം, അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഈ ഒരു ഡാമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഏരിയയിലുള്ള ആ ഒരു വെള്ളത്തിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതായത് ഒരു മതില് പോലെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇത്രയും വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ഡാമിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പച്ച കളർ ഒഴിച്ച് ബാക്കിയുള്ള സംഭവങ്ങളായിരുന്നു ശരിക്കും പണ്ടുണ്ടായിരുന്നത്. അതായത് ഡാം ആദ്യം പണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഈ പച്ച കളറും അങ്ങനെ ഈ കാണുന്ന ഈ റെഡ് ലൈനൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനെ ആങ്കറിംഗ് എന്നാണ് പറയുന്നത്. ഇത് കേബിൾ ആങ്കറിംഗ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിക്കും റീഎൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഈ ഡാം ഫ്യൂച്ചറിൽ ഫെയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ കാണുന്ന മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സൻ കാരണവരനെ ഇങ്ങനെ മേക്കപ്പ് പിടിച്ച് നിർത്തിയിരിക്കുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 50 വർഷമാണ്. അപ്പൊ 50 വർഷവും കഴിഞ്ഞ് 100 വർഷവും കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 126 വർഷമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. ഇതാണ് ആ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാം നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഓക്കെ, ഈ റിസർവയർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ അത്യാവശ്യം വലുതാന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ അതവിടെ നിൽക്കട്ടെ, വേറെ സംഭവം ഞാൻ കാണിച്ചത്. ഇപ്പൊ സപ്പോസ് മുല്ലപ്പെരിയാർ ഡാം ഫെയിൽ ആയെന്ന് വെക്കാം. അടുത്തത് ഈ വെള്ളവും കാര്യങ്ങളെല്ലാം നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇടുക്കിയിലത്തെ ആർച്ച് ഡാമിലും അവിടെയുള്ള ചെറുതോണി ഡാമിലേക്കുള്ള റിസർവയറിലേക്കായിരിക്കും പോകുന്നത്. ഇനി ആ ഒരു റിസർവയറിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ മുല്ലപ്പെരിയാറിന്റെ റിസർവയർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി സൂമിൻ ചെയ്തിട്ടാണ് കാണിച്ചത്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ശരിക്കുള്ള വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും നമ്മുടെ ഇടുക്കിയുടെ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ, ചെറുതാണ്. ഓക്കെ, ഇതാണ് ചെറുതോണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇത് എന്തോ ഒരു വെള്ളമാണ് ഇതൊക്കെ ശരിക്കും ബെയർ ചെയ്യുന്നതെന്ന് ശരിക്കും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കിയിലത്തെ ആർച്ച് ഡാം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്തോരം വെള്ളം ഹോൾഡ് ചെയ്യണമെന്നുണ്ടെന്ന് നോക്കി. ഇതൊരു പാർട്ട് മാത്രമാണ്. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ചെറുതോണി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും വെള്ളമാണ് ഇത് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ? ഇവിടെ നിന്നൊക്കെ ഉള്ള വെള്ളവും ഇതിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ശരിക്കും പിടിച്ചു നിർത്തിയിരിക്കുന്ന 2 ഡാമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ ഒരു ആർച്ച് ഡാമിന് ഇത്രയും സ്ട്രെങ്ത് വരാൻ കാരണം? അതിനെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള സോഷ്യൽ മീഡിയാസിലോ ന്യൂസിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് വാട്ടർ ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, അതിന് സ്ട്രെങ്ത് കൂടുതലാണെന്ന് പറയുന്നതല്ലാണ്ട് അതിന്റെ ഒരു സയന്റിഫിക് റീസൺ ആർക്കും പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോ ഈ ഒരു ഡാം ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നേരെ തിരിച്ച്, അതായത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാം. അതായത് ഈ ഡാമിന്റെ പുറത്തോട്ട് ഇങ്ങനെ കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ് നിങ്ങൾ വിചാരിക്കാം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്ക്. വെള്ളം എന്തായാലും പുറത്തേക്ക് ഇങ്ങനെ തള്ളി പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ, അല്ലെ? ഈ ഒരു പേപ്പറിന്റെ സ്ലൈസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു സാധാരണ ഡാമിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ വളച്ചു എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഏകദേശം ഈ ആർച്ച് ഡാമിന്റെ ഷേപ്പിലാക്കി വെച്ചു നിങ്ങൾ വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ആർച്ച് ഡാമിന്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് വെള്ളം നിൽക്കുന്നത് ഈ സ്ഥലത്താണ്, ഈ ഒരു ഏരിയയിലാണ് ഇത്രയും വാട്ടർ മാസ് നിൽക്കുന്നത്. അതാണ് ഈ പറയുന്നത് ഈ ആർച്ച് ഡാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിപ്പിച്ച് നിൽക്കുന്നത്.
എല്ലാ സ്ഥലത്തു നിന്നും ഇവിടുന്ന് എല്ലാ പോയിന്റിൽ നിന്നും വെള്ളത്തിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫോഴ്സിൽ നിന്നും നമ്മളിപ്പോ ഈ പേപ്പറിൽ ഇതൊരു ഡാം ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഞാൻ എല്ലാ ഫോഴ്സിനും ഈ പേപ്പറിൽ നിന്ന് ഞെക്കി കഴിഞ്ഞാലും ഈ പേപ്പറിന് ഞെങ്ങില്ല. കാരണം അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്, ഒരു ആർച്ച് ഷേപ്പിലാണ് ശരിക്കും ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വാട്ടർ മാസ് ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ, അതായത് ടാൻജൻഷ്യലി ആക്ട് ചെയ്യുമ്പോൾ ഈ സംഭവത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ആ ഒരു സ്ട്രക്ചർ ഹോൾഡ് ചെയ്യും. അതായത് ഇതിന്റെ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് കൂടുതലാണ്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ നിങ്ങളൊന്ന് പുഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ഈ സംഭവം പിടിച്ചു നിൽക്കും. ഓക്കെ, അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ ഇടുക്കിയിലുള്ളത്. നേരെ മറിച്ച് ഞാൻ ഇത് തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കാം, എന്നിട്ട് വെള്ളം ഈ ഒരു സ്ഥലത്താണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഇടുക്കി ഇവിടുന്ന് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇടുക്കി ആർച്ച് ഡാമിന് അത്യാവശ്യം കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സയന്റിഫിക് റീസൺ ആണ് ശരിക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇടുക്കി ആർച്ച് ഡാം എന്ന് പറയുന്നത് അത്യാവശ്യം റിലേറ്റീവ്ലി ചെറിയൊരു ഡാമാണ്. പക്ഷെ ഇവിടെ വേറൊരു സാധനമുണ്ട്, ചെറുതോണി ഡാം എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം കൺവെൻഷണൽ രീതിയിലുള്ള ഒരു ഡാമാണ്. ഇവിടെ ഒരു സ്പിൽവേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോ ഈ ഡാമിനും കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഫെയിലിയർ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഡാമിന് ഈ പറയുന്ന വാട്ടർ ബെയറിംഗ് കപ്പാസിറ്റി, അതായത് ഇത്ര മീറ്റർ, എനിക്ക് അതിനെ കറക്റ്റ് കണക്കറിയില്ല, ഇതിന് താങ്ങാവുന്നതിനപ്പുറം വാട്ടർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ, ഈ റിസർവെയറിലുണ്ടെങ്കിൽ ഇതിനും ചെറിയ രീതിയിലുള്ള ഫെയിലിയേഴ്സ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ റിവറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ചെറിയതായിട്ടുള്ള വലുതായിട്ടുള്ള ഡാമുകളും ഉറപ്പായിട്ട് ഫെയിൽ ആവും. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പെരിയാറും അങ്ങനെയുള്ള ഒരുപാട് റിവേഴ്സും കാര്യങ്ങളൊക്കെ ഓവർഫ്ലോ ചെയ്ത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ ജില്ലയിലുള്ള എല്ലാവരും തന്നെ നാമാവശേഷമാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോ എനിക്ക് ഈ വീഡിയോ കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ഒരുപാട് ഡേറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഒരു ഭീകരത, അതായത് ഇതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെയൊക്കെ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആ ഒരു സർവൈവലിന്റെ ആ ഒരു ബേസിക് സംഭവമാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലത്തെ 70% വെള്ളമാണ്. പക്ഷെ ഈ വെള്ളം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അവസാനം ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റേജ് ആണ് ശരിക്കും ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതിന്റെ ആ ഒരു ഡിബേറ്റിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്തത് നമ്മുടെ ഈ അടുത്ത വയനാട് ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്തിലത്തെ തന്നെ വൺ ഓഫ് ദി വേസ്റ്റ് ട്രാജഡി ആയിട്ട് അത് മാറാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഈ വീഡിയോ ഇത് ആരൊക്കെ കാണുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഒരു കൺസേൺ ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊക്കെ ഒന്ന് ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഞങ്ങളൊക്കെ ഒന്ന് ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആവും. ഞാൻ വെറുതെ പറയണല്ലേ, ഇതിന്റെ ശരിക്കുള്ള വലിപ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിന്റെ ഏരിയ തന്നെ കണ്ടില്ലേ, ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് ശരിക്കും പൊക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിന് തന്നെ ഒരു 10-12 കിലോ ഉണ്ട് ഒരു ബക്കറ്റ് വെള്ളം. അപ്പൊ ഇതിന്റെയൊക്കെ വെയിറ്റ് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇത് പോട്ടെ, ഇതിന്റെ അത് വെള്ളം മാത്രമല്ല ഉള്ളത്. അതായത് ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാന്ന് വിചാരിച്ചു, അത് ഇത്രയും നാളായിട്ടും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഒരുപാട് ചെളിയും മണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഈ ഒരു ലെവലിൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ലെവലൊക്കെ നിൽക്കുന്നുണ്ടാവും. കാരണം ഒരു വെള്ളക്കെട്ടോ എന്തെങ്കിലും വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ ചെളിയും മണ്ണൊക്കെ ആ റോഡിൽ ആ ഏരിയാസിലൊക്കെ ഉണ്ടാവും. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇതിന്റെ അകത്ത് ഉണ്ടാവാം. ഇതങ്ങനെ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ലീക്കിൽ കൂടെ ഇങ്ങനെ ഫെയിൽ ആവുന്നത് തൊട്ട് ഇത് കാറ്റസ്ട്രോഫിക് ആയിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പോലും ഈ സംഭവങ്ങൾ മുഴുവനും കൂടിയായിരിക്കും ഇങ്ങനെ ഒഴുകി വരുന്നത്. അതും അതിന്റെ ഒരു ആവലാഞ്ച് എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് മഞ്ഞുമല ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിന്റെ സ്പീഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഏകദേശം അതേ സ്പീഡിൽ തന്നെയായിരിക്കും ഈ വെള്ളവും ചെടിയും ഈ ഡാമിന്റെ അവശിഷ്ടങ്ങൾ. അത് വേറൊരു ഇമ്പോർട്ടൻസ് സാധനമാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം എന്നല്ല, അത്യാവശ്യം വലിയൊരു ഡാമാണ്. അപ്പൊ അതിന്റെ ഒപ്പം ഈ പറയുന്ന വെജിറ്റേഷൻസും ഫോറസ്റ്റും മരവും വേണ്ട എല്ലാം അതിനെ കുത്തി വലിച്ച് നേരെ നമ്മുടെ ഈ ഒരു ഡാമിലേക്ക് പോകും. ഇതെന്തായാലും ആ ഒരു സംഭവം താങ്ങി നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതും എന്തായാലും മിക്കവാറും ഡാമേജ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതും ഡാമേജ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോണേന്ന് ശരിക്കും സംഭവിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്ഥിര സംഭവമാണ്. അതായത് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു റോഡുണ്ട്. ആ റോഡിൽ ഒരു രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. അവിടെ
എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വെച്ചോ. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള ബാരിക്കേഡോ എന്തെങ്കിലും ഒരു മീഡിയനോ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ആ ഒരു ആക്സിഡന്റിന്റെ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ കുറെ നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, അവിടെ പഴയ പോലെ തന്നെയും. പിന്നെയും ഇതേപോലെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ് പിന്നെയും അവിടെ ഉള്ള അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണോ അവർക്ക് അതിനുള്ളൊരു ബോധോദയം വരുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ നമ്മുടെ പണ്ടൊക്കെ പറയുന്നത് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ആ ഒരു സംഭവമാണ് എൻ്റെ തലയിലേക്ക് വരുന്നത്. ഡീകമ്മീഷൻ ചെയ്യേണ്ട സംഭവം ഡീകമ്മീഷൻ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ശരിക്കും എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അവര് ആ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് പണിത സംഭവങ്ങളാണ്. അപ്പോൾ ഇത് മാറ്റണം എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് തന്നെ ഇരിക്കുന്നു. കാരണം നമ്മുടെ നാട് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ശരിക്കും നമ്മുടെ ഈ പറയുന്ന ഇടുക്കി ഡാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളാണ്, നമ്മൾ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത്രയും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ എന്നായിരിക്കും ഈ ലോകം മുഴുവനും ചോദിക്കാൻ പോണത്. അപ്പോ അതിനിടയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ നാടിനെ സേവ് ചെയ്യണം എന്നാണ് ശരിക്കും എൻ്റെ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ആരോടാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സാധാരണ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഉള്ളിൽ നിന്ന് ആ ഒരു ടെൻഷൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.